കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. ഈ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ നിസ്സംശയം കുറ്റവിമുക്തരാക്കാൻ എന്റെ സാമാന്യ ബോധവും സാമൂഹ്യ പരിചയവും എന്നെ അനുവദിക്കുന്നില്ല. BPL-ലും എസ്കോട്ടിലും ലാൻഡ് ലൈനറായിട്ടുള്ള മലയാളികളോട് ചെയ്ത അതേ കച്ചവട തന്ത്രം മാത്രമാണ് ഈ സെമിറ്റിക് മതങ്ങൾ ഭാരത മണ്ണിൽ ചെയ്തു വരുന്നത്. സ്വർഗമെന്ന പ്രലോഭനത്തിൽ കുടുക്കി ആളുകളെ കബളിപ്പിക്കുന്ന മതമുതലാളിമാരും അതുപോലെ തന്നെ ഈ വികസനം എന്ന് പറയുന്ന വാഗ്ദാനത്തിൽ തളച്ച് പൗരന്മാരെ പറ്റിക്കുന്ന ജനസേവന വ്യവസായികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്, അല്ലേ? ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. കേരളീയ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ജയിലിലാണ്. കോടതി അവർക്ക് അല്പം പോലും ജാമ്യം നൽകാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അവർ ജയിലിൽ തന്നെ തുടരും. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഇവയാണ് നിലവിൽ അവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന പ്രധാന കുറ്റങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ നിസ്സംശയം കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊട്ടും തന്നെ വകവയ്ക്കുന്നില്ല. കാരണം മതപരിവർത്തനം എന്ന് രണ്ടുവട്ടമെങ്കിലും തെറ്റാതെ എങ്ങാനും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഉളുക്കുമാറ്റാൻ നാക്കുമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്ക് പോകേണ്ട ഭാഷാ സാഹചര്യം നാവാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വായിൽ കിടക്കുന്നത്. അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്ന മലയാള പദത്തിന്റെ അർത്ഥം രാജീവ് ചന്ദ്രശേഖരന് എത്രത്തോളം പിടിയുണ്ടെന്ന കാര്യത്തിൽ ഈ പോങ്ങന് നല്ല സംശയമുണ്ട്. എന്നാൽ ഷോൺ ജോർജ് അതുപോലെ തന്നെ അനൂപ് ആന്റണി ഇവരുടെ സംസാരം കേട്ടപ്പോൾ അവർക്കും മതപരിവർത്തനം എന്ന ഈ ഏർപ്പാടിൽ വലിയ പിടിയില്ല എന്ന് തോന്നിപ്പോയി. എന്തായാലും BJP-യിലൂടെ ജനങ്ങളെ സേവിച്ചേക്കാമെന്ന് തീരുമാനിച്ച നിലയ്ക്ക് ഈ മതപരിവർത്തനം എന്നൊരു ധനസമ്പാദന ശാഖ ഈ മണ്ണിൽ തഴച്ചു വളരുന്ന കാര്യം ഇരുവരും മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് ഈ എളിയ പോങ്ങന്റെ അഭിപ്രായം. എന്തായാലും അഖില കേരളീയ BJP നേതാക്കന്മാർ കന്യാസ്ത്രീകളെ നിസ്സംശയം കുറ്റവിമുക്തരാക്കുമ്പോൾ കോൺഗ്രസുകാരും CPM-ഉം കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കുക മാത്രമല്ല BJP-യെ വളരെ ഉദാരമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതികൾ മാത്രമാണ്. രാഷ്ട്രീയക്കാരുടെ അത്തരം നേരം പോക്കുകൾക്ക് തൽക്കാലം പോകാൻ വില കൽപ്പിക്കുന്നില്ല. അവർക്ക് ഖജനാവിലേക്ക് ചാടണമെങ്കിൽ അധികാരം വേണം, അതിന് വോട്ടുകൾ കിട്ടണം. പൗരസമൂഹത്തിന്റെ വോട്ട് തട്ടാൻ അവർ പരസ്പരം കടിപിടി കൂട്ടുക സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. കച്ചവടം ലാഭകരമാക്കാൻ ജനസേവന വ്യവസായികൾ നടത്തുന്ന പരിശ്രമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ ഒട്ടും തന്നെ അർത്ഥമില്ല. ഖജനാവ് കക്കാനുള്ള അവസരത്തിനായി അവർ നടത്തുന്ന പോരടികളിൽ പ്രകൃതി വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ശവപ്പെട്ടി വിൽപ്പനക്കാരനെ ദുരന്തദാഹി എന്ന് ദുഷിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ വോട്ട് ദാഹത്തെ പഴിക്കാൻ നിൽക്കാതെ സമ്മതിദായകൻ എന്ന നിലയിൽ പോങ്ങനൊരു കാര്യം പറയാം. ഈ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ നിസ്സംശയം കുറ്റവിമുക്തരാക്കാൻ എന്റെ സാമാന്യ ബോധവും സാമൂഹ്യ പരിചയവും എന്നെ അനുവദിക്കുന്നില്ല. കേട്ടിടത്തോളം സാമാന്യ യുക്തിക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല പുറത്തു വന്നിരിക്കുന്നത്. മാത്രവുമല്ല മതപരിവർത്തനം എന്നത് മതമുതലാളിമാരുടെ കീഴിൽ മതജീവനക്കാർ അത്യുത്സാഹത്തോടുകൂടി നടത്തിവരുന്ന ഒരു ഏർപ്പാടുമാണ്. എങ്ങനെ അതിന് കുറ്റം പറയാനൊക്കും എന്നാണ് പോങ്ങന്റെ ഒരു ചോദ്യം. രാജീവ് ചന്ദ്രശേഖരൻ BPL മുതലാളിയായിരുന്നതുകൊണ്ട് അത് വെച്ച് ഉദാഹരിക്കാം. ഈ BPL-ലും എസ്കോട്ടിലും തമ്മിൽ വരിക്കാരെ സ്വന്തമാക്കാൻ വലിയ മത്സരം നടന്നിരുന്നു. അതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ലാൻഡ് ലൈനറായിരുന്ന നമ്മൾ മലയാളികളെ മൊബൈലരാക്കാൻ അവർ പരസ്പരം മത്സരിച്ചു. BPL-ലും എസ്കോട്ടിലും പോങ്ങൻ BPL ആണ് എടുത്തത്. എന്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ 9846610100 എന്നായിരുന്നു നമ്പർ എന്ന് തോന്നുന്നു. BPL ആയിരുന്നു. എന്തായാലും കൂടുതൽ കവറേജ് ഞങ്ങൾക്കാണ് എന്ന് ഇരുവരും അവകാശവാദം ഉന്നയിച്ചതൊക്കെ പോകാൻ ഓർക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്നത് തങ്ങളാണെന്ന് ഇരുവരും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പരസ്പരം മത്സരിച്ചത് കൂടുതൽ വരിക്കാരെ നേടാനാണ്. കൂടുതൽ വരിക്കാരെ നേടുന്ന കമ്പനികൾക്കാണ് കൂടുതൽ ലാഭമുണ്ടാവുക. BPL-ലും എസ്കോട്ടിലും ലാൻഡ് ലൈനറായിട്ടുള്ള മലയാളികളോട് ചെയ്ത അതേ കച്ചവട തന്ത്രം മാത്രമാണ് ഈ സെമിറ്റിക് മതങ്ങൾ ഭാരത മണ്ണിൽ ചെയ്തു വരുന്നത്. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. സ്വന്തമായി സ്വർഗമൊന്നുമില്ലാത്ത ഹിന്ദുക്കളെ മുന്തിയ സ്വർഗം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാലാഖമാരുടെ സേവനം ലഭ്യമാക്കുന്ന സ്വർഗമാണ് ഒരു കൂട്ടർക്കെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് മദ്യപ്പുഴയും ഹൂറികളുമൊക്കെയുള്ള ഉഗ്രൻ സ്വർഗമാണ് ഉപഭോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പമൊക്കെ സുഖിമാന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ഒന്ന് ചത്താലോ എന്ന് തോന്നിപ്പോകും. ചാവാനുള്ള കൊതി അങ്ങ് ഉണർത്തും. കാരണം അമ്മാതിരിയാണ് സ്വർഗ വിവരണം, സ്വർഗ സൗകര്യങ്ങളുടെ വിവരണം. എണ്ണിയാലൊടുങ്ങാത്തത്ര ദൈവങ്ങൾ സ്വന്തമായിട്ടുണ്ട് എങ്കിൽ പോലും രോഗശാന്തി പകരാൻ ത്രാണിയുള്ള ഒരൊറ്റ ദൈവം പോലും നിങ്ങൾക്കില്ല എന്നും അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിൽ അംഗത്വമെടുത്താൽ നിങ്ങളുടെ എത്ര മുന്തിയ രോഗവും ഞങ്ങളുടെ ദൈവം വളരെ നിസ്സാരമായി ഭേദപ്പെടുത്തും എന്ന് പറഞ്ഞ് ഹൈന്ദവ രോഗികളെ ആകർഷിക്കുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു ദൈവങ്ങളെ വകയ്ക്ക് കൊള്ളാത്തവരാക്കുകയും ചെയ്യുന്ന മതജീവനക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ? എത്രയോ പേരുണ്ട്. ഒട്ടും തന്നെ മതപ്പറ്റില്ലാത്തവനാണ് ഹൈന്ദവൻ. അതുകൊണ്ട് തന്നെ ഹൈന്ദവൻ എന്നാൽ മുഴുവനായും മനുഷ്യനും കൂടിയാണെന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത്. അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഹിന്ദു ആയിട്ടാണ്. ലോകത്തെവിടെ ജനിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഹിന്ദു ആയിട്ടാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത മനുഷ്യൻ, അങ്ങേയറ്റം സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ, അതാണ് ഹിന്ദു.
ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജനിച്ചാലും അവൻ ഹിന്ദു തന്നെയാണ്. അതിനുശേഷം മതാചാരപ്രകാരം മനുഷ്യരെ മതസ്ഥരാക്കി അവരങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യനാണ്. മനുഷ്യനാവുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരാവുമ്പോൾ തീർച്ചയായിട്ടും നിസ്സഹായതകളും നിരാലംബതകളും അല്ലെങ്കിൽ എല്ലാ അനുകൂലതകളും ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയുള്ള മനുഷ്യരുടെ നിസ്സഹായതകളെയും നിരാലംബതകളെയും, നിരാലംബത എന്ന് പറഞ്ഞാൽ മതിയോ, അത് നിരാലംബതകൾ എന്ന് പറയണോ, എന്തായാലും ആയിക്കോട്ടെ, നിരാലംബതയെയും നിരക്ഷരതയെയും രോഗപീഠകളെയും ദാരിദ്ര്യത്തെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യരെ മതസ്ഥരാക്കി മാറ്റുന്ന മതജീവനക്കാർ ധാരാളമായി നമുക്കിടയിലുണ്ട്. അതാണ് പോങ്ങൻ വീണ്ടും പറയുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ, യൂണിഫോം ഇട്ടവരും അല്ലാത്തവരുമായ മതജീവനക്കാർ, ഇല്ലേ? പറയാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. ഞാനൊരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോഴും അതിൽ അഭിമാനമുള്ള ഒരാളാണ്. എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് പറയില്ല. ഞാൻ ഹൈന്ദവൻ എന്ന് പറയുന്നതിലും ക്രൈന്ദവൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരുവനാണ്. ആ പറഞ്ഞത് സത്യമാണ്, ഇപ്പോൾ പറയുന്നതും സത്യമാണ്. അന്നും എനിക്കിതറിയാമായിരുന്നു. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതുവഴി സമ്പത്തുണ്ടാക്കുന്ന, അതുവഴി മതം വളർത്തി ജീവിക്കുന്ന, ഉപജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത് ഞാനൊരു ക്രൈസ്തവ വിരോധിയാവുന്നില്ല. അങ്ങനെ ഒരു സത്യം ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു മതത്തോട് വിരോധം തോന്നേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കേ പറയാൻ പറ്റൂ. കാരണം എനിക്ക് വോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് സത്യമാണ്. മതപരിവർത്തനം അത് നടക്കുന്നുണ്ട്, നിർബാധം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട മനുഷ്യനെ ചൂഷണം ചെയ്യുന്നുണ്ട്, അവൻ്റെ രോഗത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്, നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലേ? എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാറാരോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരുപക്ഷെ നിസ്സഹായനാണ്, ചികിത്സിക്കാൻ യാതൊരു വകയുമില്ലാത്ത ഒരാളാണ്. അവരുടെ അടുത്തേക്ക് സഹായം കൊണ്ട് ചെല്ലുമ്പോൾ ആ സഹായം മനുഷ്യത്വം കൊണ്ടാണോ ചെയ്യുന്നത്, മതപ്പറ്റ് കൊണ്ടാണോ എന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും, സങ്കടവും വരും. അതുകൊണ്ട് പറയാണ്, ഇവിടെ മതപരിവർത്തനം ഉണ്ടെന്നേ, സ്വാഭാവികമായും ഇവിടെ മതപരിവർത്തനം നല്ലോണം നടക്കുന്നുണ്ടെന്നേ, അത് സമ്മതിക്കണം. രാഷ്ട്രീയക്കാർ അതൊന്നും കണ്ടതായിട്ട് നടിക്കില്ല. കാരണം അവർക്ക് വോട്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് വേണം. സംഘടിത ശക്തിയുള്ളവർ അന്യായമായി പലതും നേടിയെടുക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് സംഘടിത ശക്തിയുണ്ട്. അവരുടെ വോട്ട് ഒരു ബാങ്കിൽ എന്നതുപോലെ ഇങ്ങനെ കടക്കുകയാണ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന രീതിയിൽ ആർക്കും പിൻവലിക്കാം. കൂടുതൽ ഗുണം ഈ സംഘടിത സമൂഹത്തിന് കൊടുത്താൽ മതി. അപ്പോൾ അസംഘടിതർ തീർച്ചയായിട്ടും അന്യായത്തിന് ഇരപ്പെടും. ഇതൊക്കെ നമ്മൾ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഏത് പോങ്ങനും ഇതൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഉപഭോക്താക്കളെ അങ്ങനെ അങ്ങോട്ടേക്ക് വർദ്ധിപ്പിക്കാൻ ഒരു മൊബൈൽ കമ്പനിയിലെ മാർക്കറ്റിംഗ് ജീവനക്കാർ നടത്തുന്ന ലാഭ കൊതിയോടെയുള്ള പ്രവർത്തനത്തിന് സമം മാത്രമാണ്. അങ്ങനെ കാണേണ്ടുള്ളൂ. ആ രീതിയിലുള്ളൊരു പ്രവർത്തനം മാത്രമാണ് നിലവിൽ ഇവിടുത്തെ മതജീവനക്കാരുടെ മതപരിവർത്തന പരിശ്രമങ്ങൾ. അങ്ങനെയാണ് പോകേണ്ടതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP പ്രതിനിധികളൊക്കെ ഇപ്പോൾ അങ്ങ് ഛത്തീസ്ഗഡിൽ ചെന്ന് തമ്പടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ മൂന്നവന്മാരുടെ ഉന്നം ഒന്നു തന്നെ. എങ്ങനെ ഈ വിഷയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം, അവരവർക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ള ആലോചനയുമായി അവിടെ പോയി കിടക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? ജയിലിൽ പിടിച്ച് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം. കോടതി ഉണ്ടാവും. ഇവിടുത്തെ കോടതിയുടെ അതേ മൂല്യം തന്നെയാണ് അവിടെയുള്ള കോടതികൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് നോക്കിക്കോളൂ. ഇവിടുന്ന് പോയി അങ്ങോട്ടേക്ക് ചെന്ന് പെറ്റിക്കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരെ തൃപ്തിപ്പെടുത്താനാണ്? എന്തായാലും ജയിലിൽ കയറി കന്യാസ്ത്രീകളെ കാണാനോ അവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ നിലവിൽ കഴിയുന്നുമില്ല. പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് അവിടെ പോയി ഈ മൂവരും കൂടെ അങ്ങ് കിടക്കുന്നത്? വോട്ടർമാരെ പറ്റിക്കാൻ, സംഘടിത ശക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അതുവഴി ലാഭമുണ്ടാക്കാൻ വേണ്ടി, അല്ലേ? സ്വർഗമെന്ന പ്രലോഭനത്തിൽ കുടുക്കി ആളുകളെ കബളിപ്പിക്കുന്ന മതമുതലാളിമാരും അതുപോലെ തന്നെ ഈ വികസനം എന്ന് പറയുന്ന വാഗ്ദാനത്തിൽ തളച്ച് പൗരന്മാരെ പറ്റിക്കുന്ന ജനസേവന വ്യവസായികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്, അല്ലേ? ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതുകൊണ്ട് ഈ മനുഷ്യരുടെ ദുരവസ്ഥകളെയൊക്കെ ഒരു സാധ്യതയാക്കി മാറ്റി മതസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മതജീവനക്കാരെ കുറ്റവാളികളായി കണക്കാക്കണോ എന്നതല്ല തൽക്കാലം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതെന്നാണ് പോങ്ങിൻ്റെ ഒരു വിചാരം. മനുഷ്യനായി ജനിക്കുന്നവർക്ക് മനുഷ്യനെ പോലെ ജീവിച്ച് മനുഷ്യനായി തന്നെ മരിക്കാൻ വേണ്ടുന്ന സാമൂഹ്യ സാഹചര്യം ഒരുക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഭാരതം ഇനി തുടക്കമിടേണ്ടത്. ഈ വിഷയത്തെ
അതിനുള്ള ഒരു അവസരമായി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പോങ്ങൻ്റെ ഒരു വിചാരം. പോങ്ങന് ഈ വിഷയത്തിൽ ചില ഉപായങ്ങളൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ചിലത് കൂടിയൊക്കെ പറയണമെന്നുണ്ട്. ഞാനത് വഴിയെ പറഞ്ഞോളാം. പിന്നെ ഇത് ഞാനൊരു വർഗീയ ബുദ്ധിയോടുകൂടിയല്ല സംസാരിച്ചത് കേട്ടോ. ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യനെന്ന നിലയിൽ മാത്രമാണ് സംസാരിച്ചത്. മനുഷ്യരായിട്ട് ജീവിക്കാൻ പലപ്പോഴും മനുഷ്യനായി ജനിച്ചവരെ അനുവദിക്കാത്തത് മതസ്ഥരാണ്, അല്ലെങ്കിൽ മതസ്ഥർ എന്നല്ല മതമാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് മനുഷ്യനായി ജീവിക്കുന്ന ഞാൻ ആ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാകുമ്പോൾ മതസ്ഥരായി ജീവിപ്പിക്കാൻ നടക്കുന്ന ആളുകളോട് കുറച്ചൊക്കെ വിയോജിപ്പ് തോന്നിയെന്ന് വരും. എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്യുമ്പോൾ അത് മനുഷ്യന് ചെയ്യുക, മതസ്ഥന് ചെയ്യാതിരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും ഒരു കരുണ അത് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ദൈവം ശരിയാക്കി തരുമെന്നല്ല, നിങ്ങളുടെ ദൈവം ശരിയാക്കിക്കോളും, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു നല്ല ബുദ്ധിയോടുകൂടി വേണം ആരെയും പരിചരിക്കാനും, ആരെയും പരിഗണിക്കാനും, ആരെയും സേവിക്കാനും, ആരെയും സ്നേഹിക്കാനും. അതല്ലാതെ എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബോറൻ പരിപാടിയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതിനെ വകവയ്ക്കാനും അംഗീകരിക്കാനും മാനിക്കാനും പറയുന്നതാണ് നല്ലത്. എൻ്റെ ദൈവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളോടൊപ്പം ചേർന്നാൽ ഞങ്ങളുടെ ദൈവം നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നത് തന്നെ അവരുടെ ദൈവത്തിന് നാണക്കേടാണ്. അത്രയും സ്വാർത്ഥനാണോ ദൈവം? അത്രയും കണ്ണിൽ ചോരയില്ലാത്തവനാണോ? അത്രയും ഒരു കെട്ട മനുഷ്യനേക്കാൾ മോശമാകാൻ പാടുണ്ടോ ഒരു ദൈവം? അത് ഏത് മതത്തിൻ്റെ ദൈവമായാലും. ആ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ അപമാനിക്കുന്ന പോലെ പണിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞങ്ങളുടെ ഒപ്പം ചേരൂ, അപ്പോൾ നിങ്ങളുടെ അസുഖം മാറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടിണി മാറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിത സൗകര്യം നൽകും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല പ്രവണതയല്ല. ദുർബലചിത്തരായിട്ടുള്ള ആളുകളെ ആ നിലയിൽ പറ്റിച്ച് അവരുടെ ദുര്യോഗത്തെയും അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ ദൈന്യതയും ചൂഷണം ചെയ്തുകൊണ്ട് മതം വളർത്തുന്നത്, മതസംഖ്യ വളർത്തുന്നത്, മതമുതലാളിമാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് തെറ്റാണ്. മനുഷ്യനായിട്ട് ജീവിക്കട്ടെ. ഹിന്ദുക്കളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹിന്ദു മതത്തിൽ നിന്നാണല്ലോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ ലാൻഡ് ലൈനറായിട്ടുള്ള ആളുകളിൽ നിന്നാണല്ലോ എസ്കോട്ടിലും BPL ഒക്കെ അവരെ പിടിച്ചാണല്ലോ മൊബൈലരാക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ മതമില്ലാത്ത കൂട്ടരാണ് തീർച്ചയായിട്ടും ഹിന്ദുക്കൾ. സ്വാഭാവികമായിട്ടും മതമില്ലാത്തവരെ അല്ലേ മതമുള്ളവരാക്കി മാറ്റാൻ പറ്റൂ, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ മതമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്, ഒരു സാധാ ഹിന്ദുവാണ്. എനിക്ക് പ്രത്യേകിച്ച് എത്ര വലിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വലിയ രോഗശാന്തി നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഭൂമിയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്ന ഒരാളല്ല, ഞാൻ സ്വർഗത്തിലേക്ക് ജനിച്ചു വന്ന ഒരാളാണ്. ഈ ഭൂമിയാണ് എൻ്റെ സ്വർഗം. എല്ലാ കാലത്തും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിട്ടുള്ളത്, ഇനിയും അങ്ങനെ വിശ്വസിക്കൂ. എൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മരിച്ച ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കില്ല, ഉറപ്പായും അത് എനിക്കറിയില്ലാത്ത എവിടേക്കോ ആയിരിക്കും ഞാൻ പോകുന്നത്. എവിടെ പോയാലും അത് സ്വർഗത്തിലേക്കല്ല, കാരണം സ്വർഗം ഇതാണ്. ഒരാൾക്ക് മരിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, സ്വർഗത്തിലേക്ക് ജനിച്ചു വരാനേ സാധിക്കൂ. അതാണ് പോങ്ങൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ദൈവത്തെക്കാട്ടിയും, ശക്തനായ ദൈവത്തെക്കാട്ടിയും, ആഡംബരവുമൊക്കെയുള്ള സ്വർഗത്തെക്കാട്ടിയും ഒന്നും എന്നെ ഒരാൾക്കും ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ദാരിദ്ര്യം എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ രോഗം എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. അതൊന്നും ഒരു മതത്തിനും ഞാൻ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് കരുതിക്കൊണ്ട് മതപ്പറ്റുള്ള ആളുകളോട് വിരോധമൊന്നുമില്ല. ഒരല്പം സങ്കടമുണ്ടാവും. മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർക്കൊന്നും എന്ന് പറയുന്ന ഒരു വേവലാതി, ഒരു ചെറിയൊരു വേദനയായിട്ട് എൻ്റെ ഉള്ളിൽ കണ്ടേക്കുമെന്ന് മാത്രം. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം, അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. കുറേ അധികം ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. തിരിച്ച് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ പോങ്ങ മതം മറ്റേ തരത്തിൽ മതമല്ല, സ്വർഗമില്ലാത്ത മതമാണ്, സ്വന്തമായി ദൈവമില്ലാത്ത മതമാണ് പോങ്ങമതം. അതുകൊണ്ട് പോങ്ങമതത്തിലേക്ക് വന്ന് ചേരുന്നതിനകത്ത് വലിയ കുറ്റമില്ല. എങ്കിലും മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് ഞാനതിനെ കാണുന്നില്ല. മനുഷ്യനെ മനുഷ്യനായി തന്നെ നിലനിർത്താൻ പറ്റുന്ന ഒരു മതമാണ് പോങ്ങമതം. കാരണം പോങ്ങമതത്തിന് സ്വന്തമായിട്ട് ദൈവവുമില്ല, പോങ്ങമതത്തിന് തീർച്ചയായിട്ടും സ്വർഗവുമില്ല.
അതുകൊണ്ട് പോങ്ങ മതസ്ഥരാവൂ എന്ന് പറയുന്ന ഒരു വിനീതമായ അഭ്യർത്ഥന കച്ചവട ബുദ്ധിയില്ലാതെ പങ്കുവെച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് പോങ്ങ മതത്തിലേക്ക് സ്വാഗതം എന്ന് നിങ്ങളുടെ സ്വന്തം മുത്തുപോങ്ങൻ. ശരി, കാണാം.